താളൊക്കെ വീട്ടിൽ പഠിക്കണ്ടല്ലോ. ഈ താള് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചിട്ട് രാവിലെ 10 മിനിറ്റിനുള്ളിൽ നല്ലൊരു അടിപൊളി കറി റെഡി ആക്കി കിട്ടും കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നൊക്കെ വീട്ടിൽ ചെറിയ മീൻ പൊരിച്ചതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കൊടുത്തിടാനായിട്ട് നല്ലൊരു കറിയാണേ. അപ്പോൾ ഈ ഒരു താളുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ചട്ടിയിലേക്ക് നമ്മൾ അരിച്ചേക്കുന്ന താള് കൊട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്കുണ്ടല്ലോ ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഹാഫ് സവാള കേട്ടോ, ഇത്രയും കൂടെ കൂടിയുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞും കൂടെ കൊട്ടാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടാ, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു നുള്ള മുളക് പൊടി, പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് മുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് മുളക് ഇട്ട് കൊടുക്കുന്നില്ല, ഒരു പച്ചടി പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു വൈറ്റ് കളറിൽ പോലെയാണ് വരുന്നത്. അപ്പം ഒരുപാട് മുളക് ഇട്ട് കൊടുക്കേണ്ട, നിങ്ങൾക്ക് ആ ഒരു കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി, ഒരുപാട് ദിവസം ഇരിക്കുള്ളൂ. നല്ല സെറ്റായി വരുന്നതോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മൂടി വെച്ചിട്ട് ഏകദേശം താളായതുകൊണ്ട് അറിയാമല്ലോ, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തേങ്ങ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് അടത്തി കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ തേങ്ങ ചിരണ്ടവും വേണ്ടല്ലോ. അപ്പം തേങ്ങ ചിരവി കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. തേങ്ങ ഇങ്ങനെ കാണിച്ചെടുക്കുകയാണെങ്കിൽ ചിരണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനകത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞ് വെള്ളം തിളപ്പിക്കുന്ന ജീരകം ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ വെന്ത് വന്നേക്കുന്ന താളുണ്ടല്ലോ അതിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് കൊട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുതൽ വേണം, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഏകദേശം കുറച്ച് ഒരു ഗ്രേവി പരുവത്തിൽ, ഒരു പച്ചടിയുടെ പരുവത്തിൽ ആക്കി എടുക്കാവുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടില്ല. അപ്പം ഒരു കുഞ്ഞ് തിള വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തൈര് എടുത്ത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ തൈര് നമുക്ക് ഇതുപോലെ ഒരുപാട് വേണ്ട, ഞാനിപ്പോൾ ഒരു കുറച്ച് തൈര് എടുത്തിട്ട് ആ തേങ്ങ അരച്ച് കലക്കിയേക്കുന്നതിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. ഇനി നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇട്ട് തൈര് ഒഴിച്ചതിന് ശേഷം വെട്ടി തിളപ്പിക്കേണ്ട കേട്ടോ. നമ്മൾ ആ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെന്ന് കുഞ്ഞ് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം തൈര് കൊട്ടാനായിട്ടോ. എന്നിട്ട് തൈര് കൊട്ടിയതിന് ശേഷം കുഞ്ഞ് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്തോ. എന്നിട്ട് നമുക്കിതുപോലെ കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പില കേട്ടോ, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് താളിച്ചിട്ട് കഴിക്കാം കേട്ടോ. നല്ലൊരു കറിയാണ് ഇത്. നമുക്ക് രാവിലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട്. ചെറിയ മീൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിലോ പപ്പടം പൊരിച്ചതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഉണക്ക മീൻ പൊരിച്ചതിൻ്റെ കൂട്ടത്തിലും അതല്ല അതിന് മുട്ട പൊരിച്ചതിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കൂട്ടാനായിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താളൊക്കെ വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ, എളുപ്പമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ കൊടുത്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.